പയ്യൻസ് എന്ന് നാട്ടുകാർ വിളിക്കാൻ കാരണം എന്താണ്? അത് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നു സാർ നേരത്തെ. പ്രൊഫഷണൽ നാടകവേദി വരുന്നതിന് മുമ്പ് അമച്ചർ നാടകങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ അഭിനയിച്ച ഒരു അമച്ചർ നാടകത്തിൽ ഒരു ക്യാരക്ടറായിരുന്നു അത്. അത് അമച്ചർ നാടകമാണെങ്കിലും അന്ന് വളരെയധികം സ്റ്റേജുകളിൽ കളിച്ച ഒരു നാടകമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു, എങ്ങനെയൊക്കെ അങ്ങനെ പേര് വന്നു. അപ്പൊ ഈ കുട്ടിക്കാലം ജനിച്ചത് എവിടാണ്? ഞാൻ കരുനാഗപ്പള്ളി. കല്യാണം കഴിച്ചത് വൈക്കത്തുനിന്ന്. അപ്പൊ കല്യാണം കഴിച്ച് വൈക്കത്തുനിന്ന് കരുനാഗപ്പള്ളി വന്നു, പിന്നെ അവിടെ തന്നെ ഇപ്പോഴും ഇവിടെ തന്നെ. അവിടുന്ന് വിടത്തേ ഇല്ല. അതായത് വേര് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളി. പിന്നെ കരുനാഗപ്പള്ളിയുടെ മണ്ണിലാണ്. കരുനാഗപ്പള്ളിയുടെ പയ്യൻസാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അഞ്ജന, ഈ കലാഭവനി പാട്ട് പഠിക്കാൻ വരുന്നില്ലേ? പഠിക്കാൻ പോയി. അത് പറഞ്ഞോ? അത് ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ പോയിട്ടുണ്ട്. പക്ഷെ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല. ചിലപ്പോ ആയിരിക്കാം. അല്ലായിരിക്കാം. അതെന്താ അറിയാ ചേട്ടാ, അന്നൊക്കെ ഈ നമ്മൾ ഈ ഫീൽഡിൽ വരും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ലല്ലോ. പക്ഷെ ഈ സിനിമ ആക്ടേഴ്സിനെയൊക്കെ കാണണം. അപ്പൊ എന്റെ ധാരണ കലാഭവനിൽ ചെന്നാ ദിലീപേട്ടനെ കാണാം, പിന്നെ ജയറാമേട്ടനെ കാണാം, സിദ്ദിഖ്, അന്ന് തിളങ്ങി നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാണാം, ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ ഭയങ്കര ഒരു മാറിയകത്തോട്ട് കയറുന്നത് മനസ്സിലായില്ലേ? നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് അവിടെ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിൽ കയറണമെങ്കിൽ ഇപ്പുറത്തൂടെ വന്ന് കയറി അങ്ങനെ ഒരു അടവ്. അതെ. പിന്നെ ആബേലച്ചനെ വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ അവിടെ. അപ്പൊ ആബേലച്ചന്റെ ശല്യവും ഇല്ല. അങ്ങനെയല്ല, അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി. അതെ, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് എല്ലാരും ഉപദേശിക്കുന്നത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം കാണാറുമില്ല. സൗകര്യമായില്ലേ? പാട്ട് പഠിച്ചോ? പാട്ട് പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞ് ഞാൻ നിർത്തി. കാര്യം എന്റെ ഉദ്ദേശം അവിടെ നടക്കൂലെന്ന് മനസ്സിലായി. അതോടെ നിർത്തി. അല്ല, അതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇവരാരും കണ്ടില്ല. ശ്രീയേട്ടനോടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു ഉദ്ദേശം പറഞ്ഞു ഇവരെയൊക്കെ കാണണം, പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശം നടന്നില്ല. എന്തുകൊണ്ട് രണ്ടാമത് ഉദ്ദേശിച്ചു? ഇവരെ ആരും കണ്ടില്ലല്ലോ, അവിടെ പോയി ഇവരാരും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അങ്ങ് നിർത്തി. എന്തായാലും ഓർമ്മയിൽ ഒരു പാട്ടങ്ങോട്ടായാലും. ഇത് തള്ളല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഡിവോഷണൽ സോങ്സ് കേൾക്കുന്നത് ശ്രീയേട്ടന്റെ ആണ്. കാര്യം നമ്മുടെ സന്ധ്യാനാമം ഉണ്ടല്ലോ, നേരത്തെ കാണാനാണെന്ന്. അപ്പൊ ഈ ഷോയിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ശ്രീയേട്ടന്റെയാണ്. വേറൊരു ഷോയിൽ പോയിരുന്ന അവിടെ മധുബാലകൃഷ്ണനാണെ പറയും ഞാൻ ഏറ്റവും കൂടുതൽ മധുചേട്ട പാട്ടുകളാണ്. സാറേ, ഞാനിത് പറയാനിരുന്നായിരുന്നു, കണക്കൂട്ടിലിരുന്ന. ഇപ്പൊ അവിടെ പറഞ്ഞില്ല. അല്ല, ഇത് സത്യമായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും എന്റെ ഒരു പാട്ട്, അത് അയ്യപ്പസ്വാമിയുടെ കണ്ണോളം കണ്ടത് പോരാ, കാതോളം കേട്ടത് പോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി. കണ്ണോളം കണ്ടത് പോരാ, കാതോളം കേട്ടത് പോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി. അയ്യൻ ശരണം സ്വാമിയേ. പാടൂ. അത്ര എനിക്ക് അറിയല്ലോ. നമുക്കൊന്ന് അല്ല ഇങ്ങനെ ഒന്ന് സെറ്റിലാവണ്ടേ? ഓ, അങ്ങനെ സമയമുണ്ടല്ലോ. എന്ത് പറയുന്നു ജയകുമാർ? അല്ല, നല്ല കാര്യമാണല്ലോ. എന്തോന്നു? അല്ല, സെറ്റിൽ ചെയ്യേണ്ടതേ. അതെ, സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ. അല്ല, ഇതാണ് നല്ല സമയം. അതെ, എന്നാലും നമുക്കൊരു സെറ്റിൽമെന്റ് വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അപ്പൊ അതിന് എന്തെങ്കിലും അതിനുവേണ്ടിയുള്ള മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും രഹസ്യമായിട്ടൊക്കെ ചോദിച്ചറിയാം. അപ്പൊ ഒന്ന് ചോദിച്ചാട്ട് എന്തെങ്കിലും ഉണ്ടോ? ലവോ ഇല്ല ഏട്ടാ, കൊറേ ലൈൻ അടിച്ച് ഇങ്ങോട്ട് വന്ന് ഒക്കെ തേച്ച്. അപ്പൊ ഇനി ഒരെണ്ണമെങ്കിലും എനിക്ക് തേക്കണം, എന്നിട്ടേ ഞാൻ കെട്ടും. നിങ്ങളുടെ നാടകത്തിലൊക്കെ അങ്ങനെ ഒരു വലിയ ഇതായിട്ട് പറയുമല്ലോ, നീ എന്നെ വാഞ്ചിച്ചല്ലേ പറയത്തില്ലേ? ഈ നാടകം എന്ന് പറയുമ്പോൾ യുവശക്തി തിയേറ്റേഴ്സിന്റെ അവിടെ കുറെ ഇത് നാടകം കളിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന് എന്റെ അധ്യാപകൻ കൂടിയായിരുന്നു. കരുനാഗപ്പള്ളി യുവശക്തി തിയേറ്റേഴ്സിന്റെ രാജേന്ദ്രൻ സാറ്. അഞ്ജന ഏത് വർഷമാണ് തുടങ്ങിയ ഈ കലാപരിപാടികൾ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമൃതാനന്ദമയി അമ്മയുടെ കുട്ടിക്കാലം ചെയ്താണ് വന്നത്. പക്ഷെ അന്ന് അറിയില്ലല്ലോ. നന്നായിട്ട് പാടുമെന്ന് കേട്ടുണ്ടല്ലോ. ആര് പറഞ്ഞു? അപ്പൊ എനിക്ക് തോന്നിയതാണ്. അങ്ങനൊക്കെ പലതും കേട്ടു.
അല്ല, നന്നായിട്ട് കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി അമ്പലത്തിൽ കച്ചേരി പാടിയിട്ടുണ്ടെന്ന് കേട്ടു. ഇല്ലില്ല, പാട്ടല്ല, കവിത. കവിതയല്ല, കച്ചേരി പാടിയിട്ടുണ്ട്. ശാസ്ത്രീയമാണോ സാർ? ശാസ്ത്രീയ സംഗീതം ഞാൻ തെലുങ്കിൽ എഴുതിയ ഒരു ശാസ്ത്രീയ സംഗീതമുണ്ട്. എനിക്കറിയാം. ശാസ്ത്രീയ സംഗീതം തെലുങ്കില് പാടിയിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ ഇന്ത്യയില്. അത് ജയകുമാറാ. കരുനാഗപ്പള്ളി അമ്പലത്തിൽ കച്ചേരി ഉണ്ടായിരുന്നു, തെലുങ്ക് കച്ചേരി. അറിഞ്ഞൂടെ? ഞാൻ ആന്ധ്രയിലായിരുന്നു കുറെ കാലം. ചേച്ചിയല്ലേ ആന്ധ്രയിലെ? അല്ല, അവള് ആന്ധ്രയിലായിരുന്നു. അതെങ്ങനെ ഈ ആന്ധ്രയിൽ പോയത്? അല്ല, എന്റെ ഭാര്യ വളർന്നതും പഠിച്ചതും ഒക്കെ ആന്ധ്രയില്. ഈ തെലുങ്ക് അറിയാവോ? തെലുങ്ക് അവൾക്കറിയാം. അറിയാം. അപ്പം ഒരുപാട് ചീത്ത വിളിക്കാറുണ്ട് തെലുങ്കില്. ഇതേ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഈ തെലുങ്കിലുള്ള ശാസ്ത്രീയ സംഗീതം എങ്ങനെയാണ്? തെലുങ്കില് പിന്നെ ഞാൻ എഴുതിയെന്ന് പറഞ്ഞാല്, ഞാൻ അത് എഴുതിയിട്ട് ഞാനത് വലിയ പബ്ലിസിറ്റി കൊടുത്തില്ല സാറേ. പക്ഷേ ഈ പിന്നെ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കുകാർ അത് പാടി പാടി ഒരുപാട് പല ലെവലിൽ എത്തിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ ഒന്ന് വരിയുണ്ടോ കയ്യില്? വരിയുണ്ട്. എടുത്ത് പോകട്ടെ, നിനക്ക് വരിയുണ്ടോ? എന്റെ അമ്മ ഒരു കെട്ടായിട്ടാണോ വന്നത്? ദൈവമേ, ഇത് ഇന്ന് മിക്കവാറും ശ്രീയേട്ടനെ തോപ്പിക്കാനോ? സൂക്ഷിച്ചോ, പാറ്റ വീഴും കേട്ടോ. അതിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ സാറേ, കോസല പ്രിഞ്ചകടൈ ఒక లోడക കോസല പ്രിഞ്ചകടൈ ലുടുലുടു മൃഞ്ചം തടുകുടു ലിഞ്ചം ചടപട തഞ്ചം പടതിക തൃഞ്ചം. അപ്പം നമുക്കൊന്ന് കേൾക്കാം അല്ലേ? കേൾക്കാം.